ഈ നെറ്റിപ്പട്ടങ്ങളെ നിങ്ങൾ ഇതിലും മുൻപത്തെ വീഡിയോകളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഒരു 4 എണ്ണം എനിക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേ എനിക്ക് ഭയങ്കര വെപ്രാളം കൊടുത്തില്ല. കാരണം അത് വേഗം എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. നമുക്ക് മിക്കവരും എൻ്റെ അടുത്ത് വന്ന് പറയാറുള്ളത് സമയം പോലെ ചെയ്താൽ മതി, സൗകര്യത്തിന് തന്നാൽ മതി എന്നൊക്കെയാണ്. പക്ഷേ ചില ആളുകൾ ഇപ്പോൾ ഗൾഫിലൊക്കെ പണ്ട് ആളുകളൊക്കെ ആകുമ്പോൾ അവർക്ക് പോകേണ്ട ആ ഒരു സമയത്തിന് കിട്ടണം എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ കൊടുക്കും വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഓർഡറുകൾ വരുമ്പോൾ എനിക്ക് ഇത്തിരി വെപ്രാളമൊക്കെ കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണം കൂടിയിട്ടുണ്ട് ഇത് പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നൈറ്റിലിരുന്നിട്ടാണ് ഞാനത് പാക്ക് ചെയ്യുന്നത്. കാരണം പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം, നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിൽ ഒന്ന് പോകണം. അപ്പോൾ അത് കാരണം നൈറ്റിൽ തന്നെ ഞാൻ അതൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ കൊറിയറിൽ നിന്ന് അവർ എടുത്തിട്ട് പൊക്കോളൂ അത്. അങ്ങനെ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടെണ്ണം വീതമാണ് എനിക്ക് പാക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ കല്ലൂട്ടി വന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ നേരത്തെ എണീറ്റിട്ട് അമ്പലപ്പുഴയിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ ദൂരമുണ്ട്. ഞാൻ ഇത്രയും ദൂരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. എൻ്റെ വിചാരം ആലപ്പുഴയ്ക്കൊക്കെ മുന്നായിട്ട് വരുന്നതാണ്. പക്ഷെ പിന്നെ വണ്ടിയിൽ കയറിയിരുന്ന് മാപ്പ് ഇട്ടപ്പോഴാണ് മനസ്സിലായത് അയ്യോ ആലപ്പുഴയൊക്കെ കഴിഞ്ഞും പോകണല്ലേ എന്നുള്ളത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളിങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ 8 മണി 9 മണിക്കൊക്കെ അങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു അത്രയ്ക്ക് അങ്ങടെ ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷേ രാവിലെ ഒരു 6 മണിക്കൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുളിച്ച് ഒക്കെ പോകുമ്പോൾ അത് ഭയങ്കര നല്ലൊരു വൈബാണ് അത്. എനിക്ക് പലപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ചില ദിവസങ്ങളിൽ അമ്പലങ്ങളിലേക്കാണെങ്കിലും പോകുമ്പോൾ ലേറ്റായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ ചേട്ടൻ പറയും ഇങ്ങനെയല്ല പോകേണ്ടത് അമ്പലത്തിലേക്ക്, 5-5:30 ആകുമ്പോൾ നമ്മൾ ഇറങ്ങണം എന്നൊക്കെ പറയും. അപ്പോൾ അമ്പലത്തിൽ ചെന്നപ്പോഴാണെങ്കിൽ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നുണ്ട്. ചേട്ടൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല, അവിടെ നടച്ചേക്കൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും ഉള്ളിൽ കയറുന്നതിന് മുൻപ് തന്നെ കണ്ണൻ്റെ പായസം കണ്ണൻകുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻകുട്ടിക്ക് ഞാൻ പായസം ഇരുന്ന് കൊടുക്കായിരുന്നു കേട്ടോ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ പഠിച്ചതാണ് കേട്ടോ ഈ ഒരു ചേച്ചി. അപ്പോൾ ആ ചേച്ചിയാണ് അവിടെ നമുക്ക് തൊഴാനുള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ ശാന്തിമാരുടെ അടുത്തൊക്കെ പറഞ്ഞൊക്കെ ഏൽപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വരുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് സുഖമായിട്ട് തന്നെ തൊഴാനൊക്കെ പറ്റി, ഫ്രണ്ടിൽ തന്നെ നിന്ന് തൊഴാനൊക്കെ പറ്റി. അപ്പോൾ അതിന് ഈ ചേച്ചിയുടെ അടുത്ത് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം ഈ ചേച്ചി ഉള്ളത് കാരണമായിരുന്നു നമുക്ക് അങ്ങനെ തൊഴാൻ പറ്റിയത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ അങ്ങോട്ട് വരുന്ന അറിഞ്ഞിട്ട് നമ്മളുടെ കൊല്ലത്തുള്ള ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലേ കണ്ണൻകുട്ടിക്ക് ആ റേഡിയോ ഒക്കെ കൊടുത്തയച്ച ചേട്ടനൊക്കെ. ആ ചേട്ടൻ നമ്മളെ കാണാനായിട്ട് ഒരു 8-8:30 മണിക്കൊക്കെ വന്ന് നിൽക്കുന്നതായിരുന്നു. പക്ഷെ നമുക്ക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അവിടെ എത്തിയപ്പോൾ നമ്മൾ ലേറ്റായി. അപ്പോൾ അത്രയും മണിക്കൂർ നമ്മളവിടെ ആ ചേട്ടൻ വെയിറ്റ് ചെയ്ത് നിന്നു. അതുപോലെ തന്നെ 2 ആൾക്കാരാണ് ഇത്, ഈ ചേട്ടനും ചേച്ചിയും. മീര എന്നാണ് കേട്ടോ ഈ ചേച്ചിയുടെ പേര്. അപ്പോൾ ഈ ചേച്ചി എന്നെ ചേച്ചി കോൺടാക്ട് ചെയ്തില്ല, ചേട്ടനാണ് കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന അറിഞ്ഞിട്ട് അവരും കുറേ നേരം മുൻപേ നമ്മളെ വന്ന് വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ഒരുപാട്. പിന്നെ അവിടെ വെച്ചിട്ട് കുറച്ച് വല്യമ്മമാർ നമ്മളടുത്ത് വന്ന് സംസാരിച്ചു കേട്ടോ. അവരൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മളടുത്ത് വന്ന് സംസാരിച്ചു കേട്ടോ. ചിലരൊക്കെ പ്രായമായവരിങ്ങനെ അയ്യോ പാവം എന്നുള്ളതിലൊക്കെ ഇല്ല. പക്ഷേ ഒരു നല്ല അടിപൊളി വൈബിലായിരുന്നു കേട്ടോ സംസാരിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി കേട്ടോ.